പെട്ട് 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 നമ്മളൊരു അതിസാഹസത്തിന് മുതിരുവാണ്. പഞ്ചറായ വണ്ടി വെച്ച് എയർപോർട്ട് ട്രിപ്പ് എടുക്കാൻ പോവാണ്. അപ്പോ സമയം 2:50 നമ്മളിപ്പോ ഹൊസാക്കോട്ടയാണുള്ളത്. ഒരു ട്രിപ്പ് എടുത്തു. ഇപ്പോൾ ഒരു ഡ്രോപ്പ് കഴിഞ്ഞു. 350 രൂപയാണ് ടോളും കൂടെ ചേർത്ത് നമുക്ക് കിട്ടിയത്. 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് 1:30 ആയപ്പോൾ ഇറങ്ങി നമുക്ക് ട്രിപ്പ് അടിച്ചപ്പം 2 മണിയായി. ഇന്നലെയും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് ട്രിപ്പ് തീരെ കുറവായിരുന്നു. അപ്പോൾ എന്നും എങ്ങനെ ഈ ദുരന്തം പറയുന്നതെന്ന് ഓർത്ത് ഇന്നലെ വീഡിയോ എടുത്തില്ല. അയ്യോ, ഇതിലെ വണ്ടി പോകത്തില്ലേ? അപ്പോൾ ഇന്നലെ എന്നും ദുരന്തം പറയുന്നത് എന്തിനാണെന്ന് ഓർത്താണ് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല. പക്ഷേ അവസ്ഥ ഇന്നും സെയിം തന്നെയാണ്. ട്രിപ്പ് ഇന്നും അല്ല എടുത്തു അരമണിക്കൂർ എടുത്ത് ട്രിപ്പ് അടിക്കാനായിട്ട്. ഏകദേശം നമ്മളൊരു 10 കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാവിലെ ഇപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങുന്നത് കാരണം ഇപ്പോൾ നമ്മളിപ്പം ട്രേഡിങ്ങിലും കൂടെ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നഷ്ടമൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓട്ടം തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ട്രേഡിങ് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിന് രാവിലെ കുറച്ച് നേരം ഇരിക്കും. ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെ നമ്മൾ അതിനു വേണ്ടി ഇരിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേനും 1 മണിയൊക്കെ ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹൊസാക്കോട്ടയാണുള്ളത്. ഹൊസക്കോട്ടയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം അത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 2xലിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ റെന്റ് നമുക്ക് കുറേ കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇന്ന് വീഡിയോ എടുത്തേക്കാം, പൊളിക്കാം എന്ന ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നന്ദി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ 24 hours ഓടുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് 24 hours അപ്പോൾ 500 രൂപയ്ക്ക് നമുക്കിവിടെ റെൻറ്റ് കിട്ടുമല്ലോ, പിന്നെ അതെടുത്താൽ പോരെ, 24 hours ഓടിയത് എന്താ ഗുണം എന്ന് ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 500 രൂപയ്ക്ക് നമുക്ക് 12 മണിക്കൂറിന് നമുക്കിവിടെ വണ്ടി കിട്ടും, താമസ സൗകര്യവും കിട്ടും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പം ആ ടാർഗറ്റ് വെച്ച് നമ്മൾ 10 ട്രിപ്പ് അല്ലെങ്കിൽ 12 ട്രിപ്പ് ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ആ ടാർഗറ്റ് വെച്ച് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്കാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ല. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഫുൾ ടൈം വണ്ടി ഉള്ളത്. ഇപ്പം എനിക്കിപ്പം ഇഷ്ടമുള്ള പോലെ എനിക്ക് ഓടാം. ഇപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പം ട്രേഡിങ് കാര്യങ്ങളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഓടാം. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പം 10 ട്രിപ്പ് തന്നെയല്ല, നമ്മൾ 10 ട്രിപ്പിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റെന്റ് കുറയും. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ച് പോകാത്തത് കൊണ്ടാണ് നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 120 ട്രിപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി റെന്റ് വരുന്നത് 250 രൂപ മാത്രമേ നമുക്ക് റെന്റ് വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഗുണം നമ്മളിപ്പം വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഫുൾ ടൈം വണ്ടി എടുത്തു കഴിഞ്ഞാലുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ പോകാനും നമുക്ക് പറ്റും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ 12 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 മണിക്കൂർ നമുക്ക് ആക്ച്വലി ഓടാൻ പറ്റത്തുള്ളൂ. ഓടി നമ്മൾ കൊടുക്കണം. 2 പേരായിരിക്കും ഒരു വണ്ടി ഓടുന്നത്. അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വണ്ടിക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇതിട്ട് നമ്മൾ അങ്ങോട്ട് ഓടി ആ സമയത്ത് ഓടി അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം ഇന്ന് ഇച്ചിരി കൂടുതൽ ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ ഓടാം. അല്ലെങ്കിൽ ഇന്നിപ്പം പോകുന്നില്ല എന്നല്ല, സമയം വെച്ച് ചേഞ്ച് ആക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കണം. അങ്ങനെ ചെയ്യാം. ട്രിപ്പ് നമുക്ക് കൂടുതലെടുക്കാം. അവിടെ കസ്റ്റമറിന് കൈ കാണിക്കുന്നുണ്ട്, അതാണ് കസ്റ്റമർ. ഈ ട്രിപ്പ് എനിക്ക് കുറേ നേരം അടിച്ചുകൊണ്ടിരിക്കുന്ന ട്രിപ്പായിരുന്നു. അപ്പം 12 hour 24 മണിക്കൂർ എടുക്കുവാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിലിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓടാം. വേണമെങ്കിൽ റാപ്പിഡോയോ നമ്മയാത്രയോ നമ്മുടെ ഈ ടാർഗറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്.
അപ്പോൾ സമയം 4:40 നമ്മൾ 3 ട്രിപ്പാണ് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയത്. 1 മണി 1:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇതുവരെ ആയിട്ട് 3 ട്രിപ്പേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 760 രൂപ 80 രൂപ സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം അതിനകത്ത് ക്യാൻസൽ ആയി പോയായിരുന്നു. അപ്പോൾ അതിനൊരു 20 രൂപ നമുക്ക് വെയിറ്റിംഗ് ചാർജ് കിട്ടി. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 5 കിലോമീറ്ററിന് 350 രൂപയാണ്. അപ്പോൾ 2 കിലോമീറ്റർ പിക്കപ്പ് ആയിരുന്നു. അപ്പോൾ അത് കണ്ട് ചാടിയെടുത്ത് ലൊക്കേഷൻ നോക്കിയപ്പം വൈറ്റ് ഫീൽഡിൽ നിന്ന് നമ്മുടെ ആ ഹാൾ റോഡിലേക്കുള്ള ഒരു വഴിയാണ്. ആ വഴി മൊത്തം ബ്ലോക്കാണ്. നമ്മൾ 2 കിലോമീറ്ററിന് 20 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ വിളിച്ച് ചോദിച്ചു വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ 20 മിനിറ്റ് എടുക്കും. അപ്പോൾ പറഞ്ഞു 20 മിനിറ്റ് എടുത്താലും 30 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ക്യാൻസൽ ചെയ്യരുത് എന്നവർ പറഞ്ഞു. കാരണം ആ ഏരിയയിലോട്ട് പിക്കപ്പിന് പോകാൻ ചാൻസ് കുറവാണ്. കാരണം നല്ല ട്രാഫിക്കാണ്. ഞാനിപ്പം അവിടുന്ന് ഒന്ന് റൈറ്റ് എടുത്ത് വൈറ്റ് ഫീൽഡിലായിരുന്നു. അപ്പോൾ റൈറ്റ് എടുത്ത് ഒരു 4 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയാണ്. നമ്മുടെ പിക്കപ്പ് ഒരു 2 കിലോമീറ്ററാണ് കാണിച്ചിരുന്നത്. ഞാനിപ്പോൾ ഒരു 4.5 കിലോമീറ്റർ എക്സ്ട്രാ കറങ്ങി ഒരു ട്രാഫിക് കുറഞ്ഞ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്നാലും സമയം 2 സെയിം തന്നെയാണ്. ആ ട്രാഫിക്കുള്ള വഴി കൂടെ പോയാലും 15 മിനിറ്റാണ് 20 മിനിറ്റാണ് കാണിച്ചത്. ഈ വഴി കൂടെ പോകുമ്പോഴും 20 മിനിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ട്രാഫിക്കുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ട്രാഫിക് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വഴി കയറി. ഈ വഴിക്ക് എന്തെങ്കിലും പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പെടും. എന്നാലും ഒന്ന് കുറച്ച് ദൂരെങ്കിലും ട്രാഫിക് ഇല്ലാതെ പോകാമല്ലോ എന്ന് കരുതി ഈ വഴി കയറിയതാണ്. അപ്പോൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞു വന്നിരുന്നത്? നമുക്ക് ലാഭം ഉണ്ടോന്നല്ല. ലാഭം നമുക്ക് കുഴപ്പമില്ല പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഓടുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ശനിയും ഞായറും നമുക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കും. ശനിയും ഞായറും ചിലപ്പോൾ ഒരു 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ ചിലപ്പോൾ നമുക്ക് ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഓടിക്കിട്ടുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 10000 രൂപ കിട്ടും നമ്മൾ എല്ലാ ദിവസവും പോകുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിപ്പം 500 രൂപ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടുണ്ട് ആ വഴിയിൽ നിന്ന് ട്രാഫിക്കിൽ വഴി കണ്ടോ. അപ്പോൾ 500 രൂപ കൊടുത്ത് നമ്മൾ 12 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നമ്മൾ ഓൺ ടൈമിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഓടണം, അല്ലെങ്കിൽ ഇന്ന് ഇച്ചിരി ഓട്ടം കൂടുതലുണ്ട് അപ്പോൾ ഓടണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വരത്തില്ല, ആ എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 2 സെയിം തന്നെയാണ്. 12 മണിക്കൂർ ഓടിയാലും നമുക്കൊരു 3000 രൂപയ്ക്ക് ഓടാം. അത് നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി. ഫോൺ ചൂടാകുന്നതിൻ്റെ ലക്ഷണമാണ്. ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ അത് സമയം തെറ്റിയത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ 3000 രൂപ 3500 രൂപയ്ക്ക് ഡെയിലി ഓടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ആഴ്ചയിൽ നമുക്ക് ഒരാഴ്ച അല്ല മാസത്തിൽ ഒരാഴ്ച ചെറിയ ഓട്ടം കുറവുള്ള ഒരാഴ്ച ഉണ്ട്. അപ്പം അത് ഈ ആഴ്ചയാണെന്ന് തോന്നുന്നു. ഇപ്പം പിന്നെ ദീപാവലിയുടെയൊക്കെ ലീവിന് വേണ്ടി എല്ലാവരും നാട്ടിൽ പോയേക്കുവാണോ അതൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ കൂടുതൽ ഓടുന്നൊരു പയ്യനുണ്ട്. അപ്പം അവനും നാട്ടിൽ പോയേക്കുവാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം 11 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ആ സമയത്തൊന്ന് ഊബർ ഒന്ന് വാമപ്പായി വരും. അപ്പം ഊബറിന് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓട്ടോ ഒക്കെ ഒന്ന് എടുത്ത് 2-3 വട്ടം ഓട്ടോ ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഊബർ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ട്രിപ്പ് വന്ന് തുടങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല ട്രിപ്പുള്ള സ്ഥലത്തായിരിക്കണം. അപ്പം സമയം തെറ്റിയത് കൊണ്ടാണെന്ന് നമുക്കിപ്പം ട്രിപ്പ് കുറഞ്ഞത്. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മളിപ്പം ഒരു 6 ട്രിപ്പ് അല്ലെങ്കിൽ 7 ട്രിപ്പൊക്കെ എടുക്കേണ്ട സമയമായി. 1500 രൂപയ്ക്ക് മുകളിൽ ഓടേണ്ട സമയമായി. അപ്പോൾ ഏതായാലും നോക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഈ ട്രിപ്പൊന്ന് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമുക്ക് ഇത്ര എമൗണ്ട് വന്നാൽ അവർ ടിപ്പ് ആഡ് ചെയ്തിട്ടാണോ ഇല്ലയോ എന്നും കൂടെ അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ടിപ്പ് ഞാനത് ശ്രദ്ധിച്ചില്ല. ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും രൂപ വരും, അല്ലെങ്കിൽ ഇത്രയും രൂപ വരാൻ യാതൊരുവിധ ചാൻസും ഇല്ല. ഇപ്പം ട്രാഫിക്കുള്ള സ്ഥലത്തോട്ടാണെങ്കിൽ ഇത്രയും വരും. ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ആണെങ്കിലേ ഉള്ളൂ ഇത്രയും രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ അവർ ട്രിപ്പ് ആഡ് ചെയ്തായിരിക്കും. കാരണം അവർ വിളിച്ച് പറഞ്ഞ് 30 മിനിറ്റ് വേണം, 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഫോൺ വീണ്ടും ചൂടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ്. എന്നിട്ട് നമുക്ക് കാണാം ഇപ്പോഴാണ്. ചായ കുടിച്ചില്ല ഇതുവരെ, അതൊരു കുഴപ്പമാണ്. വിശക്കുന്നുണ്ട്. നോക്കാതായാലും 5 കിലോമീറ്ററിൻ്റെ ട്രിപ്പിന്
2 മണിക്കൂർ ഒട്ടുക്കത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ട്രാഫിക്. എൻ്റെ പൊന്നോ, 5 കിലോമീറ്റർ പോകാൻ നമ്മൾ 2 മണിക്കൂറാണ് എടുത്തത്. എന്നിട്ട് ആ നാറികൾ നമുക്ക് തന്നതോ 395 രൂപയും. ഇന്ന് എവിടെയായാലും ഒന്ന് ഒതുക്കിയിടുകയേ വഴിയുള്ളൂ. ഇന്ന് ബാംഗ്ലൂർ ഫുള്ള് റെഡ് കളറിലാണ് കാണുന്നത്. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്. ഇനി ഇത് തേഞ്ഞൊട്ടി. ഇനി എവിടെയെങ്കിലും പഠിച്ചു മാറ്റിയെടുത്ത് ഭിത്തി തെച്ചാൽ മതി. ആ അവസ്ഥയിലായി. ഒരു രക്ഷയില്ല. 5 കിലോമീറ്റർ വരാനാണ് നമ്മൾ 2 മണിക്കൂർ എടുത്തത്. അതിന് കിട്ടിയതോ 395 രൂപയും. തെണ്ടികൾ ഈ എമൗണ്ട് 5 പൈസ പോലും കൂട്ടി തന്നില്ല. ട്രിപ്പൊക്കെ അടിക്കുന്നുണ്ട്, ചെറിയ ട്രിപ്പ് 10 കിലോമീറ്ററിന് 500 രൂപ അങ്ങനെയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ CNGയുടെ കാര്യമാണ്. ഞാൻ 5 കിലോമീറ്റർ ഉള്ളല്ലോ, നമുക്ക് പെട്ടെന്ന് തീർക്കാമല്ലോ എന്നൊക്കെ കരുതി ഇരുന്നതാണ്. 2 കട്ടയാണ് 5 കിലോമീറ്റർ ഓടാൻ വേണ്ടി CNG 2 കട്ട തീർന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി അവസ്ഥ എന്താണ്. ഇപ്പം നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇപ്പോൾ ദേ ഈ പ്രസ്റ്റീജ്, നമ്മുടെ വരത്തൂർ പ്രസ്റ്റീജ് ഫ്ലാറ്റിനകത്താണ് ഉള്ളത്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയാൽ പിന്നെയും ട്രാഫിക്കാണ്. എവിടെയെങ്കിലും ഒന്ന് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. കഴിച്ചിട്ട് CNG അടിച്ച് അടുത്ത ട്രിപ്പ് എടുത്ത് ട്രാഫിക്കിൽ കിടക്കുക. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? കുറച്ചു നേരം ഇനിയിപ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം കാല് ക്ലച്ച് ചവിട്ടി കാലിൻ്റെ പടിക്കൂറ്റം വന്നു. ഇന്നൊന്നും അറിയത്തില്ല, ഫുള്ള് ട്രാഫിക്കാണ്, മൊത്തം ട്രാഫിക്കാണ്. മാപ്പ് നോക്കിയപ്പോഴത്തേനും ബാംഗ്ലൂർ ഫുള്ള് ചുവന്ന് കിടക്കുക. 1-2 സ്ഥലത്ത് മാത്രമേ ട്രാഫിക് ഇല്ലാതെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒരു ചായയും വടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാട്ടി റോള് അടിച്ച് കയറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ ഓട്ടം ഏതായാലും തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ആഴ്ച സിറ്റിക്കകത്തോട്ട് ഓട്ടോ എടുക്കുന്നത് നമുക്ക് വളരെ കഷ്ടമാണ്. കാരണം CNG അടിച്ചിട്ട് നമ്മളിപ്പം 2 ട്രിപ്പാണ് എടുത്തത്. 68, 78, 88, 16 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. 16 കിലോമീറ്റർ ഓടിപ്പോൾ നമ്മുടെ 3 കട്ട CNG തീർന്നു. CNG അടിച്ചു കഴിഞ്ഞിട്ട് അതും ഫുൾ എമൗണ്ട് നമ്മൾ 600 രൂപയ്ക്ക് CNG അടിച്ചു. 610 രൂപയ്ക്ക് CNG അടിച്ചു. ഫുൾ പ്രഷറിൽ അടിച്ചിട്ടും 3 കട്ട ഇപ്പം തീർന്നു. 3 കട്ട തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാഫിക് ഇങ്ങനെ കിടന്നിട്ട് ഓടിയിട്ടും കാര്യമില്ലല്ലോ. നമ്മളൊരു അതിസാഹസത്തിന് മുതിരുവാണ്. പഞ്ചറായ വണ്ടി വെച്ച് എയർപോർട്ട് ട്രിപ്പ് എടുക്കാൻ പോവാണ്. ദൈവത്തിലറിയാം എന്ത് നടക്കുവാന്ന്. പഞ്ചർ ഒട്ടിക്കാനായിട്ട് കടയൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ച് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പഞ്ചർ ഒട്ടിക്കാം. അപ്പോൾ ആ സമയത്താണ് ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ അതേതായാലും എടുക്കാൻ പോവാണ്. ഇപ്പോൾ എയർപോർട്ടിൽ ചെന്ന് പഞ്ചർ ഒട്ടിക്കുമ്പോൾ അറിയാം എത്ര പഞ്ചറാവും. നീ പഞ്ചർ ഒട്ടിച്ച് പഞ്ചറായി ഓടിക്കഴിഞ്ഞാൽ പഞ്ചറിൻ്റെ എണ്ണം കൂടും. അതാണ് കുഴപ്പം. ഏതായാലും പോയി നോക്കാം. എന്നാലും ഇവിടെ ഒന്നും ഞാൻ കുറേ നോക്കി, കടയൊന്നും കണ്ടില്ല, പഞ്ചർ കടയൊന്നും കണ്ടില്ല. അതിസാഹസമാണ്, അതിസാഹസം. ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥ. ഓടുക. അപ്പം ഓട്ടം ഇല്ലാതിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 1700 രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 500 രൂപയുടെ 550 രൂപയുടെ ഓട്ടം കണ്ടാണ് കാണിച്ചത്. അതെടുക്കുവാണെന്നുണ്ടെങ്കിൽ 2000-ന് മുകളിലാകുമല്ലോ എന്ന് കരുതിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമർ ഇവിടെ ഉണ്ട്. ശരി, അതായത് എയർപോർട്ടിൽ പോയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന പഞ്ചർ നോക്കട്ടെ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. 550 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ടയറ് കാറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഓടുന്നുണ്ട്. പിന്നെ വേറൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇറക്കിയ ആളെ വിളിച്ചിട്ട് അയാളുടെ കീ എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കണം. അതുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. ആ വെകിളിക്കൊച്ചി ഇരുന്ന് ചാടുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്തെങ്കിലും പണി ഉണ്ടാകുമെന്ന്.
അവരെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറും ഇല്ല. അവർ യൂബറിന്റെ നമ്പറാണ് വിളിക്കുന്നത്, അവരുടെ പേഴ്സണൽ നമ്പർ നല്ല വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയില്ല. ഇപ്പോൾ ഊബറിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നോക്കണം. ആദ്യമേ പഞ്ചർ ഒന്ന് ഒട്ടിക്കണം, എങ്ങനെയാലും പഞ്ചർ ഒട്ടിക്കണം. നമ്മൾ എയർപോർട്ടിന് പുറത്തോട്ട് പോവാണ്. വണ്ടിയുടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ട് 2 മാസത്തിന് മുകളിലായി. സാധാരണ 1 മാസം കൂടുമ്പം കമ്പനിക്കാരെ വിളിക്കുന്നതാണ്, സർവീസ് ചെയ്യാൻ വരാൻ പറഞ്ഞ് വിളിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ വിളിച്ചില്ല, ഞാനോട്ട് പോയുമില്ല. 2.5 മാസം വെച്ചുമായി നമ്മൾ വണ്ടി ഇതുവരെ ഒരു സർവീസിനും പോയിട്ടില്ല. ഓഫീസിലോട്ട് നമ്മൾ 2.5 മാസത്തിനിടയ്ക്ക് പോയിട്ടേ ഇല്ല. അപ്പം ഒന്ന് പോയിട്ട് സംഭവം എല്ലാം ഒന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. എയർപോർട്ടിലുള്ള റോഡ് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോഴത്തേനും ഇവിടെ കടയുണ്ടോ പഞ്ചർ ഷോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. 30 കിലോമീറ്ററാണ് നമ്മൾ പഞ്ചറായ വണ്ടിയിൽ. 30. പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ട്രിപ്പ് ഒരു 10 കിലോമീറ്റർ. അതിന് മുമ്പ് ചിലപ്പം അതിന് മുമ്പ് എടുത്ത കിലോമീറ്റർ 15 കിലോമീറ്റർ ട്രിപ്പായിരുന്നു. അപ്പോൾ അതിനും ആ സമയത്തായിരിക്കും പഞ്ചറായത്. അപ്പോൾ ഏകദേശം ഒരു 40-50 കിലോമീറ്റർ നമ്മൾ പഞ്ചറായ വണ്ടി വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവസ്ഥ നോക്കണേ. ഇതിനി ഇപ്പം പഞ്ചറൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ഓട്ടം നടക്കത്തില്ല. ഇപ്പം പുള്ളിക്ക് താക്കോലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ട് കൊടുക്കുമോ ആവോ. വേണമെങ്കിൽ വരാൻ പറയാം. ഓരോരോ പോസ്റ്റ് വരുന്ന വഴിയേ. ഇവിടെ പഞ്ചർ ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു മക്കളെ, പെട്ടു. ഈ താക്കോലിഞ്ഞ് കൊണ്ടു കൊടുക്കണം എന്ന് പറയുവാണെങ്കിൽ കാശ് മേടിക്കാം. 100-200 രൂപ മേടിക്കാം. തരുവോ ആവോ? ചിലവന്മാർ തരും, ചിലവന്മാർ തരത്തില്ല. ആ പുള്ളി ആ കൊച്ചവിടെ കിടന്ന് അത്രയും ചാടി, ഞാൻ ചെരുപ്പ് ഊരിയിട്ട് ചാടാതെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി മൈൻഡാക്കാത്ത പുള്ളിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പൈസ തരുമോ ഇതൊക്കെ അറിയാം. നമ്മുടെ ഓട്ടം ഇതേപോലെ ഇങ്ങനെ ഇതിപ്പം ഈ ഊബർ ഓടിക്കുന്നവർ മാത്രമല്ല, സാധാരണ ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വണ്ടിയെ കയറുമ്പോഴത്തേ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. കാരണം ഡ്രൈവർക്ക് അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. ഇപ്പം ഞാനിപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരു എയർപോർട്ട് ഓട്ടോ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ ചെല്ലുമ്പോഴത്തേനും പുള്ളിയോട് എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തരുമോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മളതായാലും എമൗണ്ട് പറയും, ഇത്ര രൂപ. എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ 700 രൂപയുടെ ട്രിപ്പ് മിനിമം കിട്ടുന്നതാണ്. അപ്പോൾ 700 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തരുമോ അതറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടിയെ കയറുമ്പോഴത്തേനും പിന്നെ ഈ സീറ്റൊക്കെ ചവിട്ടി കുണം വരുത്തി വെച്ചേക്കുവാണ് ആ കൊച്ചി കയറിയിട്ട്. അവരോട് പറഞ്ഞിട്ട് പോലും അവർ മൈൻഡ് ആക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ കാണുന്നവരോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സർവീസ് ഇവിടെ പഞ്ചർ കട അടച്ചല്ലോ ദൈവമേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഊബർ അല്ലെങ്കിൽ ഒരു ടാക്സി നിങ്ങൾ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം വണ്ടിയൊന്നുമല്ല. അപ്പുറത്തെ പഞ്ചർ കടയുണ്ട്, ഓക്കെ, അപ്പുറത്തെ പഞ്ചർ കടയുണ്ട്. പക്ഷെ അവൻ 150 രൂപ മേടിക്കും. അതാണ് സീന്. സാധാരണ എയർപോർട്ടിൽ 80 രൂപയ്ക്കൊക്കെ ഒട്ടിച്ച് കിട്ടുന്നതാണ്. അവന് ഇച്ചിരി ആ സ്ഥലത്തുള്ള പഞ്ചരക്കാരൻ ഇച്ചിരി വില കൂടുതലാണ്. 150 രൂപ മേടിക്കും. നോക്കാതായാലും പോയി
അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ നിങ്ങളൊരു സർവീസ് നിങ്ങൾ ചോദിച്ചിട്ട് വരുവാണ്, അല്ലാതെ നിങ്ങളുടെ സ്വന്തം വണ്ടിയല്ല. നിങ്ങൾ ഒരു റൈഡിന് വിളിക്കുമ്പോഴത്തേനും ആ ഡ്രൈവർ നിങ്ങൾക്കൊരു സർവീസ് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സർവീസ് തരുമ്പോഴത്തേനും അയാൾക്ക് മറ്റുള്ള ആൾക്കാർക്കും സർവീസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി എടുത്തതല്ല എന്ന ഒരു തോട്ട് വേണം. അപ്പോൾ വണ്ടിയിൽ കയറുമ്പോഴത്തേനും നിങ്ങളുടെ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, കയറുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും ശ്രമിക്കുക. ഇത് ചവിട്ടി നാശമാക്കി ഇറങ്ങും. ഇപ്പം നമ്മളിപ്പം കയറുന്ന കസ്റ്റമർ ചോദിക്കും, ഇത് വണ്ടി വൃത്തിയല്ലല്ലോ, അതല്ലല്ലോ, ഇതല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വൃത്തിയല്ലാതായത് എങ്ങനെയാണ്? നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സ് കയറി ചവിട്ടി തിരിച്ച് ഇടുമ്പോഴല്ല ഇത് വൃത്തികേടാകുന്നത്. ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു സമയമെങ്കിലും കിട്ടുമായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും, ഇല്ലാത്തപ്പോൾ ഇല്ല. അപ്പം ഇല്ലാത്ത സമയത്തോ നമ്മൾ ചായ കുടിക്കാൻ നിർത്തുമ്പോഴൊക്കെ ആയിരിക്കും വണ്ടി തുടയ്ക്കാനായിട്ട് ഇവിടെ അവസരം കിട്ടുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് പൊടിയാണ്, എവിടെ നോക്കിയാലും പൊടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചർ കട അപ്പുറത്താണ്, കുറച്ചും കൂടെ മുന്നിലാണ്. അപ്പോൾ പഞ്ചർ ഒട്ടിച്ചിട്ട് ഞാൻ പറയാം എത്ര പഞ്ചറുണ്ടെന്ന്. ഒന്നിൽ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത്രയും നമ്മൾ ഓടിയതല്ലേ. അയാളെ നോക്കട്ടെ. ഇത് കണ്ടോ, അത് ഇവിടുത്തെ ഇതൊക്കെ പോയി കിടക്കുവാണ്. പഞ്ചർ ഒട്ടിച്ചു. എന്തോ ഭാഗ്യത്തിന് ഒരു പഞ്ചറേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു സ്ക്രൂ കയറിയതാണ്. ഒരു പഞ്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി വേറെ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം. കാരണം കുറേ തപ്പിയിട്ടാണ് സംഭവം കിട്ടിയത്. രാത്രി ആയതാണ്, കാണാനും പറ്റത്തില്ല. അങ്ങ് അകത്തായത് കൊണ്ട് കാണാനും പാടായിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ അറിയാം സംഭവം. പുള്ളിയുടെ താക്കോൽ ഞാൻ വണ്ടി നോക്കിയിട്ട് താക്കോലൊന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പം പുള്ളി വേണം, ഇനി ഒന്നുകൂടെ വിളിക്കട്ടെ. പുള്ളി വിളിച്ചിട്ടുമില്ല, താക്കോലും കണ്ടില്ല, പുള്ളീനെയും കണ്ടില്ല. താക്കോല് കിട്ടിക്കാണുമായിരിക്കും. ഏതായാലും പഞ്ചറൊട്ടിക്കാനായിട്ട് 80 രൂപ പുള്ളി മേടിച്ചോളൂ കേട്ടോ. ഇവനല്ല, വേറൊരു പുള്ളിയായിരുന്നു 100 രൂപ. സാധാരണ ഈ രാത്രിയിൽ ഒരു 100 രൂപ 150 രൂപ ഒക്കെ മേടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് എടുക്കാനായിട്ട് വണ്ടി ഒരുപാടുണ്ട് താനും. വണ്ടി 600 വണ്ടി കാണിക്കുന്നുണ്ട് എയർപോർട്ടിൽ. ഇപ്പം ഈയിടെയായിട്ട് വണ്ടി നല്ലപോലെ വണ്ടി കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ശരി, ഏതായാലും കാണാം. വീഡിയോ നീളം ഒരുപാട് കൂടിപ്പോയെന്ന് തോന്നുന്നു, നോക്കട്ടെ. ശരിയല്ല, ബൈ.